ഹായ് ഫ്രണ്ട്സ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൈബർ സെക്യൂരിറ്റി ക്ലാസ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ അവസാന സൈബർ സെക്യൂരിറ്റിയുടെ ക്ലാസ്സുകളിൽ നമ്മൾ പോസ്റ്റ് കണക്ഷൻ അറ്റാക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോസ്റ്റ് കണക്ഷൻ അറ്റാക്ക് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അതുപോലെ തന്നെ അതിൽ നമുക്കൊരു ലാബ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാലിനെക്സ് മിഷനും അതേപോലെ വിൻഡോസ് മിഷനും എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പോസ്റ്റ് കണക്ഷൻ അറ്റാക്കിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് ഇൻഫർമേഷൻ ഗാദറിങ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. ഇൻഫർമേഷൻ ഗാദറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ട സിസ്റ്റം, നമ്മുടെ ടാർഗറ്റ് നമ്മുടെ നെറ്റ്വർക്കിൽ തന്നെ കണക്റ്റഡ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ടാർഗറ്റിൻ്റെ നെറ്റ്വർക്കിലോട്ട് നമ്മുടെ കാലിനെക്സ് മിഷൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ടാർഗറ്റിൻ്റെ ഓഫീസിലെ വൈഫൈ നെറ്റ്വർക്കുമായിട്ട് നമ്മുടെ കണക്ഷൻ, അല്ലെങ്കിൽ അവിടുത്തെ ലാനുമായിട്ട് നമ്മൾ ഒരു കണക്ഷൻ ആക്സസ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളും നമ്മുടെ ടാർഗറ്റും ഇരിക്കുന്നത് ഒരേ നെറ്റ്വർക്കിലാണ്. അങ്ങനെ ഒരേ നെറ്റ്വർക്കിലായിരിക്കുമ്പോൾ നമുക്ക് ആ നെറ്റ്വർക്കിൽ ഇരുന്നതുകൊണ്ട്, നമ്മുടെ ടാർഗറ്റുള്ള ആ ഒരു നെറ്റ്വർക്കിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ആ നെറ്റ്വർക്കിൽ ഏതെല്ലാം ഡിവൈസുകൾ കണക്റ്റ് ആയിട്ടുണ്ട്, ആ നെറ്റ്വർക്കിൽ മുഴുവൻ കണക്റ്റ് ആയിട്ടുള്ള ഡിവൈസുകളുടെ ഡീറ്റെയിൽസും, ആ ഡിവൈസുകളുടെ ഏത് കമ്പനിയാണ്, ഏത് ടൈപ്പ് ഓഫ് ഡിവൈസാണ് അവർ യൂസ് ചെയ്യുന്നത്, ആ ഡിവൈസുകളുടെ IP അഡ്രസ്സ് ഏതാണ്, ആ ഡിവൈസുകളുടെ MAC അഡ്രസ്സ് ഏതാണ്, ആ ഡിവൈസിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്, ആ ഡിവൈസുകൾക്ക് ഏതെല്ലാം പോർട്ടുകൾ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ ഈ ഓപ്പൺ ആയിട്ടുള്ള പോർട്ട് വഴിയാണ് നമ്മൾ ആ ഡിവൈസിനെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏതെല്ലാം പോർട്ടുകൾ ഓപ്പൺ ആയിട്ടുണ്ട്, അതിലേതെല്ലാം സർവീസുകൾ ഓൾറെഡി റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അതിനാണ് ഇൻഫർമേഷൻ ഗാദറിങ്. നമ്മൾ ഇരിക്കുന്ന നെറ്റ്വർക്കിലുള്ള ഡിവൈസുകളുടെ ഇൻഫർമേഷൻസ് നമ്മൾ ആക്സസ് ചെയ്തെടുക്കുന്നതിനാണ് ഇൻഫർമേഷൻ ഗാദറിങ് എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ ഗാദറിങ് ചെയ്യാൻ വേണ്ടി നമുക്ക് നെറ്റ് ഡിസ്കവർ എന്ന് പറയുന്നൊരു കോമൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻഫർമേഷൻ ഗാദറിങ് ചെയ്യാം. നമ്മുടെ നെറ്റ്വർക്കിൽ എത്രയൊക്കെ ഡിവൈസുകൾ കണക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാലിനെക്സ് മിഷൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ എൻ്റെ കാലിനെക്സ് മിഷനിൽ ഞാൻ ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ടെർമിനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ നെറ്റ് ഡിസ്കവർ എന്ന് പറയുന്ന കമൻറ്റ് ടൈപ്പ് ചെയ്യാം. നെറ്റ് ഡിസ്കവർ സ്പേസ് -R എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റെ നെറ്റ്വർക്ക് ID കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് എൻ്റെ നെറ്റ്വർക്ക് ഈഫ് കോൺഫിഗ് എന്ന് പറയുന്ന കമൻറ്റ് അടിച്ചാൽ എൻ്റെ നെറ്റ്വർക്ക് ഏതാണെന്ന് എനിക്കറിയാൻ പറ്റും. (192.168.31.96) എന്നുവെച്ചാൽ 192.168.31.0 എന്ന് പറയുന്ന നെറ്റ്വർക്കാണ് അല്ലേ. അപ്പോൾ ഞാനിവിടെ 192.168.31.0 ഇപ്പോൾ എൻ്റെ നെറ്റ്വർക്ക് 192.168.31.0 എന്ന് പറയുന്ന നെറ്റ്വർക്ക് അല്ലേ. അതിൽ 192.168.31.1, 192.168.31.2, 3, 4 അങ്ങനെ 254 വരെയുള്ള IP അതിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ IP അഡ്രസ്സ് ആയിരിക്കും മോഡം ആ നെറ്റ്വർക്കിലെ മറ്റ് ഡിവൈസുകൾക്ക് കൊടുത്തിട്ടുണ്ടാവുക. അതുപോലെ എനിക്ക് തന്നിട്ടുള്ള IP, എൻ്റെ കാലിനെക്സ് മിഷന് തന്നിട്ടുള്ള IP ആണ് 192.168.31.96 എന്നുള്ളത് എനിക്ക് തന്നിട്ടുള്ള IP ആണ്. 97, 98 വേറെ ആർക്കെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടാവും, കുറേ കൊടുക്കാത്ത IP ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ എത്ര ഡിവൈസുകൾ കണക്റ്റ് ആയിട്ടുണ്ട് എന്നറിയാൻ ആ നെറ്റ്വർക്കിന് മുഴുവനായിട്ട് നമുക്ക് സ്കാൻ ചെയ്യേണ്ടിയിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുക, 192.168.31.0/24 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റേഞ്ചിൽ വരുന്ന എല്ലാ IP അഡ്രസ്സിനെയും നമ്മുടെ കാലിനെക്സ് മിഷൻ സ്കാൻ ചെയ്തോളും. അപ്പോൾ അതിനാണ് ഞാൻ 192.168.31.0/24 എന്ന് കൊടുത്തതിന് ശേഷം എൻ്റർ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ
ഞാൻ ഇപ്പോൾ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ കാലിനെക്സ് മിഷൻ ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണല്ലോ. ആ നെറ്റ്വർക്കിൽ 192 168 31 176 എന്ന് പറയുന്നൊരു IP അഡ്രസ്സ് മോഡം ഒരു ഡിവൈസിന് കൊടുത്തിട്ടുണ്ട്. ആ ഡിവൈസിൻ്റെ മാക് അഡ്രസ്സാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ 192 168 31 22 എന്ന് പറയുന്നൊരു IP അഡ്രസ്സ് മോഡം ഒരു ഡിവൈസിന് കൊടുത്തിട്ടുണ്ട്. ആ ഡിവൈസിൻ്റെ മാക് അഡ്രസ്സാണ് നിങ്ങൾക്ക് ഇത് അവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 192 168 31.1 എന്നുള്ളത് അതിൻ്റെ ആ ഒരു ഡിവൈസ് ഉണ്ട്. അതിൻ്റെ മാക് ID ആണ് നിങ്ങൾക്ക് ഇത് എവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ 192 168 31.185 അത് ജിഗാബൈറ്റ് ടെക്നോളജി, ഇതവിടെ വെണ്ടറിൻ്റെ പേരുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇത് VMwareൻ്റെ അകത്ത് തന്നെ കൊടുത്തിരിക്കുന്നതാണ്. ജിഗാബൈറ്റ് എന്ന് വെച്ചാൽ എൻ്റെ ഫിസിക്കലായിട്ടുള്ള ഡെസ്ക് ടോപ്പില്ലേ, ആ ഡെസ്ക് ടോപ്പിൻ്റെ കൊടുത്തിട്ടുള്ള IP അഡ്രസ്സാണിത്. ജിഗാബൈറ്റിൻ്റെ മദർ ബോർഡാണ് എൻ്റെ സാധാ ഡെസ്ക് ടോപ്പിനുള്ളത്. ഞാൻ മിനിമൈസ് ചെയ്തിട്ട് കാണിച്ചു തരാം. എൻ്റെ ഈ ഒരു മെഷീൻ്റെ വിൻഡോ കീയും ആരും കൂടെ പ്രസ് ചെയ്ത് കമൻറ്റ് ബോക്സ് എടുത്ത് IP കോൺഫിഗ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. 192 168 31 185 കണ്ടോ. എൻ്റെ ഈ മദർ ബോർഡ് ജിഗാബൈറ്റിൻ്റെ മദർ ബോർഡാണ് എൻ്റെ ഈ ഡെസ്ക് ടോപ്പിൽ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ വെൻഡറിൻ്റെ പേര് വന്നത്. കാണിച്ചു തരാം. DXDAG അടിച്ചിട്ട് എൻ്റർ കൊടുത്താൽ നമുക്ക് അവിടെ മദർ ബോർഡിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, ജിഗാബൈറ്റിൻ്റെ മദർ ബോർഡാണ്. അപ്പോൾ അതിലുള്ള മാക് ID ആണ് നിങ്ങൾക്കിത് ഇവിടെ കാണാനായിട്ട് സാധിച്ചത്. പിന്നെ 192 168 31.120 എന്ന് പറയുന്നതിൻ്റെ ഒരു IP അഡ്രസ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മാക് ID ആണിത്. അതുപോലെ 192 168 31 225 യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മാക് ID ആണിത്. അങ്ങനെ നമ്മുടെ നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസുകളുടെ IP അഡ്രസ്സ്, ഏതൊക്കെ ഡിവൈസുകൾക്ക് ഏതെല്ലാം IP കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നെറ്റ് ഡിസ്കവർ എന്ന് പറയുന്ന കമൻറ്റ് ഉപയോഗിച്ചിട്ട് അറിയാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസുകൾ എത്ര എണ്ണം ഉണ്ട്, ഏതൊക്കെ ഡിവൈസുകളാണ്, അതിൻ്റെ മാക് ID എന്താണ്, ഏത് IP ആണ് അതിന് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുക. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ആ നെറ്റ്വർക്കുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം. ഇതേ കാര്യം നിങ്ങൾക്ക് USB വൈഫൈ അഡാപ്റ്റർ അല്ലേ, ആ വൈഫൈ അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ അവിടുത്തെ വൈഫൈ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കാൻ ചെയ്തിട്ട് ആ നെറ്റ്വർക്കിൽ ഏതൊക്കെ ഡിവൈസുകൾ കണക്റ്റ് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നെറ്റ് ഡിസ്കവർ എന്ന് പറയുന്ന കമൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് മാക് അഡ്രസ്സും IP അഡ്രസ്സും കണ്ടെത്തുന്ന രീതി എന്ന് പറയുന്നത്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.